സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ രാധിക പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം വരുൺ രാധികയുടെ കൈ പിടിക്കണേ. എടോ നിൽക്കടോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, താനിവിടെ ഇരിക്കുക, തനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ഈ ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അന്നേരം രാധിക പറയണേ, അയ്യടാ അത്രയല്ല, ഇങ്ങനെ മുഖവും കയറ്റിപ്പിച്ച് ഇരുന്ന് എൻ്റെ ഒപ്പം ഭക്ഷണം ഒന്നും കഴിച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇങ്ങനെ ചിരിച്ചാൽ മതിയോ എന്ന് പറഞ്ഞ് വരുണൊരു മാതിരി ചിരിക്കുവാണ്. അത് കണ്ടിട്ട് രാധിക പറഞ്ഞേ, അയ്യേ എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയല്ല, മനസ്സിന്ന് വരണം. ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കാറുള്ള കള്ള ചിരിയില്ലേ, അതുപോലത്തെ ചിരി. അന്നേരം വരുൺ ചിരിക്കുക. അന്നേരം അത് കാണുമ്പോൾ രാധിക പറഞ്ഞേ, ദേ ഇതുപോലെ ചിരിച്ചാൽ മതി. എന്നാൽ പിന്നെ ഇതായിരുന്നു തനിക്ക് ആവശ്യമെങ്കിൽ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ എപ്പോഴേ ചിരിക്കില്ലേ എന്നും പറഞ്ഞ് വരുൺ രാധികയുടെ അരികിലേക്ക് ഇങ്ങനെ വരുവാണ്ടോ. ഈ സമയം രാധികയാണെങ്കിൽ കയ്യിലിരുന്ന ചപ്പാത്തി എടുത്ത് വരുണിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക. വലിയതൊക്കെ അങ്ങ് കഴിക്കുക. അങ്ങനെയും വരുണും രാധികയുടെ വായിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിക്കുവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അവിടെ ശ്യാമ അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിൽക്കണേ. അഖിൽ സാർ, ഞാനെടുത്ത തീരുമാനമൊക്കെ സാറിന് സന്തോഷമായില്ലേ? ഒത്തിരി നാൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ സ്വത്തുക്കളും മോളുടെ പേരിലേക്ക് മാറ്റും, മോളുടെ മരുണിൻ്റെയും പേരിലേക്ക്. കടമംഗലം പോലൊരു വലിയ കുടുംബത്തിൽ നമ്മുടെ മോളെ അവരുടെ ഭാഗമാക്കിയില്ലേ, അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ. അങ്ങനെ അത്രയും സ്നേഹത്തോടെ അവളെ കൊണ്ടു നടന്ന ആ കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ സാർ? ഈ പണം കൊണ്ട് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരുവാണെങ്കിൽ പിന്നെ അതിൽ പരം സന്തോഷം വേറെന്താ ഉള്ളത്? എൻ്റെ മോൾക്ക് ഒന്നുമില്ലാതിരുന്ന സമയത്തും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ആ കുടുംബം. അതിൻ്റെ കടപ്പാട് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. ഈ സമയത്ത് അമൃത അങ്ങോട്ടേക്ക് വരുക. എന്താ ഇവിടെ? അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ സംസാരിച്ച് നിൽക്കുവാണോ? അന്നേരം ശ്യാമ പറയണേ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഖിൽ സാറിനോട് ഞാൻ പറയുമായിരുന്നു, അത് ഞാൻ സാറിനെ അറിയിക്കണ്ടേ? പിന്നെ അത് വേണം. എന്താണെങ്കിലും ശ്യാമ എടുത്ത തീരുമാനം നന്നായി. കണിമംഗലത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ശ്യാമ കൊടുക്കുന്നത് വലിയൊരു സഹായം തന്നെയാണല്ലോ. അതവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു അവസരം കൂടിയാകും. അതേട്ടി, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഈ സ്വത്തുക്കൾ മുഴുവൻ ആർക്കാ? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവൾ ജീവിക്കുന്ന അവളുടെ കുടുംബത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ താങ്ങാകേണ്ടതും തണലാകേണ്ടതും നമ്മളൊക്കെ തന്നെയല്ലേ? അന്നേരം അമൃത പറയണേ, ശരിയാ ക്ഷമ പറഞ്ഞത്. എന്താണെങ്കിലും അങ്ങനെ രാധികമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ഉപയോഗിച്ച് അവർക്ക് എന്താണെങ്കിലും കണിമംഗലം തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ. അങ്ങനെ അവർ കണിമംഗലം വീണ്ടെടുക്കുമ്പോഴും രാധികമ്മയോടുള്ള ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകുമല്ലോ. അവരെല്ലാവരും നല്ല ആൾക്കാരാ, മനസ്സിൽ സ്നേഹമുള്ളവരാ. അങ്ങനെയുള്ളവരെയല്ലേ സഹായിക്കേണ്ടത്? അതേട്ടത്തി, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആശ്വാസമായത്. ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷവും മനസ്സിലൊരു സമാധാനവും ഒക്കെയുണ്ട്. ശ്യാമേന്ന അഖിലിനോട് സംസാരിച്ചോ? ഞാനേ അടുക്കള വാതിൽ നടക്കട്ടെ, അവിടെ എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ഈ സമയം ശ്യാമ പറയണേ, എനിക്ക് അഡ്വക്കേറ്റിനെ ഒന്ന് വിളിക്കാനുണ്ട്, രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. ഏട്ടത്തി എന്നാൽ പോയിട്ട് വാം. ഇതേ സമയത്തായിരിക്കോട്ടോ ബെഞ്ചമിൻ മുഖമൊക്കെ മറച്ച് ശ്യാമയുടെ വീട്ടിലെത്തുന്നത്. അങ്ങനെ ബെഞ്ചമിനാണെങ്കിൽ പമ്മി പിന്നാമ്പുറത്ത് കൂടെ പോയി അവിടുത്തെ ഡോറ് തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഫ്രിഡ്ജിൻ്റെ ബാക്കി പോയി മറിഞ്ഞു നിൽക്കുവാണ്. ഈ സമയം അമൃത അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ വന്ന് അവിടെ കഴിക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അടുക്കള വാതിലും അടച്ചിട്ട് അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം ശ്യാമയാണെങ്കിൽ അവിടെ അഡ്വക്കേറ്റുമായിട്ട് ഫോണിൽ സംസാരിക്കുക. അന്നേരം ശ്യാമയുടെ കോൾ കാണുന്നതും അയാൾ ഫോൺ എടുക്കുന്നുണ്ട്. മാഡം പറയൂ. അല്ല, രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ? രജിസ്ട്രാർ ചെന്ന് കണ്ടായിരുന്നോ? കണ്ടു മാഡം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. നാളെ അവധിയാണല്ലോ, മറ്റന്നാൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. മാഡത്തിനൊന്നും ബിസി ഒന്നുമില്ലല്ലോ? എനിക്കൊരു തിരക്കുമില്ല. ഇതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ശരി മാഡം, നമുക്ക് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടത്താം. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞാൽ ശ്യാമയും കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം അമൃത ജോലിയൊക്കെ തീർത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ മുമ്പിലത്തെ ഡോറും അടക്കുക. ഇപ്പോഴും ഞാൻ ഫ്രണ്ടിലെ വാതിൽ അടക്കാൻ മറന്നു. ഒരു തവണ ഒരു അനുഭവം ഉണ്ടായതാണല്ലോ, വീണ്ടും തുറന്നിട്ടിട്ട് നടക്കുവാൻ ഞാൻ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഏട്ടത്തി അടച്ചതാണ്, ഞാനാ കുറച്ച് മുമ്പ് വീണ്ടും വന്ന് തുറന്നത്. അത് ശരി, അങ്ങനെയായിരുന്നോ? എല്ലാ വാതിലും ജനലൊക്കെ ഇങ്ങനെ അടച്ചിരുന്നപ്പോൾ ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന പോലെ തോന്നി. അതാ കുറച്ചു നേരം വാതിൽ തുറന്നിട്ടിരിക്കാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ആരും അകത്തൊന്നും കിടന്നിട്ടുണ്ടാവില്ല. ശരി ശ്യാമ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോകുക. അങ്ങനെ അമൃത റൂമിലേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ അവിടെ നിന്ന്
മുകളിൽ തൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരമായിരിക്കും ബെഞ്ചമിൻ കത്തിയുമായിട്ട് ഷ്യാമയുടെ പിന്നാലെ വരുന്നത്. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങിയ ഷ്യാമയെ പിടിച്ചു നിർത്തി ബെഞ്ചമിൻ ഷ്യാമയുടെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കാൻ തുടങ്ങുമായിരിക്കും. എന്നാൽ ഷ്യാമ ബെഞ്ചമിൻ്റെ കൈ തടഞ്ഞ് ഒച്ചയുണ്ടാക്കുവാണ്. ഈ സമയം അമൃത അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. അയ്യോ ഷ്യാമേ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസൊക്കെ എടുത്ത് ബെഞ്ചമിൻ്റെ മേത്തേക്ക് എറിയുവാണ്. അന്നേരം ദേഷ്യം വന്ന ബെഞ്ചമിനാണെങ്കിൽ നേരെ അമൃതയുടെ അരികിലേക്ക് ചെന്ന് അമൃതയെ തലങ്ങും വിലങ്ങും വിട്ട് തല്ലുവാണ്ടോ. ഇത് കാണുന്നതും ശ്യാമ അങ്ങോട്ടേക്ക് ഓടി വരിക. വിട് എടുത്തി വിട് എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയം ശ്യാമ വേഗം തന്നെ പോയി ആ മുമ്പിലത്തെ ഡോറുണ്ടല്ലോ അത് തുറക്കാൻ തുടങ്ങുമായിരിക്കും. അത് കാണുന്നതും ബെഞ്ചമിൻ ശ്യാമയെ പിടിച്ചു വെച്ച് ശ്യാമയെ വീണ്ടും തലങ്ങും വിലങ്ങും തല്ലുവാണ്. അന്നേരം അമൃതയാണെങ്കിൽ അവിടെയുള്ള ഒരു സ്റ്റൂൾ എടുത്തു വന്ന് അതുകൊണ്ട് ബെഞ്ചമിൻ്റെ തലക്കടിക്കുന്നുണ്ട്. ഈ സമയം ബെഞ്ചമിൻ അമൃതയെ തള്ളിമാറ്റി വീണ്ടും ശ്യാമയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്നാൽ ബെഞ്ചമിനെ അമൃത വിടാതെ പിടിച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ. അന്നേരം വേഗം തന്നെ ശ്യാമ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നാലെ ബെഞ്ചമിനും കത്തിയുമായിട്ട് ഓടി വന്ന് ശ്യാമയെ കുത്താൻ കൈയോങ്ങുമായിരിക്കും. അന്നേരമായിരിക്കും പുറത്തു നിന്ന് വരുൺ ബെഞ്ചമിൻ്റെ കൈ കയറി പിടിച്ച് കത്തിയെല്ലാം തട്ടിമാറ്റി ബെഞ്ചമിനുമായിട്ട് നല്ല ഫൈറ്റ് തന്നെ ഉണ്ടാകുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട് ഭയത്തോടെ നിൽക്കുവാണ് രാധികയും അമൃതയും ശ്യാമയൊക്കെയും. അന്നേരം ബെഞ്ചമിനും വരുണും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുവാണ്. ബെഞ്ചമിനെ തള്ളി ചതക്കുന്നുണ്ട് കേട്ടോ വരുൺ. എന്നിട്ട് ആ മാസ്ക് പൊക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം വരുണിനെ തള്ളി മാറ്റി വരുണിട്ട് നല്ലത് കൊടുക്കുവാണ് കേട്ടോ ബെഞ്ചമിൻ. അത് കാണുന്നതും രാധികയും ഷ്യാമയൊക്കെ ടെൻഷനാകുവാണ്. എന്നാൽ വരുൺ ഇത്തവണ വിട്ടുകൊടുക്കുന്നില്ല. ബെഞ്ചമിനെ വിടാതെ തന്നെ പിടികൂടുവാണ്. അങ്ങനെ ബെഞ്ചമിനെ വീണ്ടും അടിച്ചവശനാക്കി ആ മുഖത്തുള്ള മാസ്ക് ഉണ്ടല്ലോ അത് വലിച്ചെറിയുവാണ്. അപ്പോഴായിരിക്കും അന്ന് ബെഞ്ചമിനാണെന്നുള്ള സത്യം വരുണും അവരെല്ലാവരും തിരിച്ചറിയുന്നത്. ബെഞ്ചമിനെ കാണുന്നതും ഒരു നിമിഷം വരുണെന്ന് ഷോക്കാകുവാണ്. അന്നേരം ബെഞ്ചമിനാണെങ്കിൽ വരുണിനെ തള്ളിമാറ്റി വേഗം തന്നെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ബെഞ്ചമിൻ ബൈക്കിൽ കയറി ഉടനെ തന്നെ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ വരുൺ തിരിച്ച് ശ്യാമയുടെ രാധികയുടെ കരികിലേക്ക് എത്തുവാണ്. വരുൺ എന്തെങ്കിലും പറ്റുമോ മോനെ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. ഏയ് ഇല്ല മാഡം, എനിക്കൊന്നും പറ്റിയില്ല. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കൃത്യസമയത്ത് നിങ്ങൾ വന്നതാണ് രക്ഷപ്പെട്ടു. അന്നേരം അമൃത പറയുന്നുണ്ട്. ശ്യാമയുടെ ഒച്ച കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അന്നേരം ശ്യാമയെ കൊല്ലാനായിട്ട് കത്തിയുമായിട്ട് നിൽക്കുമായിരുന്നു ആ ബെഞ്ചമിൻ. അയാൾ എപ്പോഴും അകത്ത് കയറിയിരിപ്പുണ്ടായിരുന്നു. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്. വരുൺ ഇവിടെ വന്നത് ആ ബെഞ്ചമിനായിരുന്നില്ലേ? ബെഞ്ചമിനോ? ആരാ മോനെ? അയാൾ എന്തിനാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അന്നേരം വരുൺ പറയണേ, അവനെ ഞാൻ എൻ്റെ കമ്പനിയിൽ മാനേജറാക്കിയതായിരുന്നു. അത്രയ്ക്ക് വലിയ അഭിനയമായിരുന്നു അവൻ ഞങ്ങളുടെ മുമ്പിൽ നടത്തിയത്. നല്ല പിള്ളയായിട്ട് അഭിനയിച്ച് ഞങ്ങളുടെ കമ്പനിയെ ഈ അവസ്ഥയിലാക്കിയത് തന്നെ ആ ബെഞ്ചമിൻ എന്ന് പറയുന്നവൻ ഒറ്റയൊരുത്തനാ. അവൻ്റെ പിന്നിൽ മറ്റാരോഗ്യമുണ്ട്. അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. കണിമകളും തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ശത്രു ആരാണെന്ന് ഇനി കണ്ടുപിടിക്കാൻ താമസിച്ചുകൂടാ. അങ്ങനെ പറഞ്ഞ വരുൺ നേരെ വിളിക്കുന്നത് ACP ആയിരിക്കും കേട്ടോ. അങ്ങനെ ACP സാറിനോട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ബെഞ്ചമിനെ കുറിച്ചുമൊക്കെ പറയുവാണ്. അതെല്ലാം കേട്ട് ACP ഷോക്കാകുക. വരുൺ, തനിക്ക് മാനേജറാക്കാൻ ഇതുപോലുള്ള ക്രിമിനൽസിനെ കിട്ടിയുള്ളൂ? സോറി സാർ, അയാൾ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള അഭിനയമായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച് പോയത്. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പോയി. അയാളിപ്പോൾ കണിമംഗലത്തിന് മാത്രമല്ല ശ്യാമ മേഡത്തിനും ഞങ്ങളുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കും ഒക്കെ ഒരു ആപത്താണ്. ഇന്ന് തന്നെ അയാൾ ശ്യാമ മേഡത്തിനെ കൊല്ലാനായിട്ടൊരു ശ്രമം നടത്തി. അന്നേരം ACP പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞങ്ങൾ അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കോളാം. വരുണിൻ്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഉണ്ടാവില്ലേ? അതെനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്ക്. അയാളെ എത്രയും പെട്ടെന്ന് പൂട്ടുന്ന കാര്യം ഞങ്ങളേറ്റും. അത് മാത്രം പോരെ സാർ, അയാളുടെ പിന്നിൽ മറ്റാരോഗ്യമുണ്ട്. ഇതിൻ്റെ പുറകിലുള്ളവർ ആരാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. എന്നാൽ ശരി സാർ, ഞാൻ ആ ഫോട്ടോ അയക്കാം. അങ്ങനെ പറഞ്ഞ വരുൺ ബെഞ്ചമിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അത് ACPക്ക് അയച്ചു കൊടുക്കുവാണ്. ഈ സമയം രാധിക ശ്യാമയോട് ചോദിക്കുന്നുണ്ട്. അമ്മേ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. അല്ല, നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? അതോ സത്യം പറഞ്ഞാലേ ഞങ്ങളെ ദൈവമായിട്ട് ഇങ്ങോട്ട് എത്തിച്ചതാ. അതെ, ഒരു സംഭവം ഉണ്ടായി. ഞാനും വരണം ഒന്ന് യാത്ര ചെയ്യുമായിരുന്നു. ആ യാത്രക്കിടെ ഞങ്ങളൊരാളെ കണ്ടു എന്നും പറഞ്ഞ് രാധിക നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാണ്. അങ്ങനെ രാധികയും വരണം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്വാമിജി അവരുടെ കാറിനെ വട്ടം ചാടുവാണ്. അന്നേരം വരും പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി സ്വാമിജിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് തിരക്കുന്നുണ്ട്. ഈ സമയം സ്വാമിജി പറയുന്നുണ്ട്, ആപത്ത്, മാതാവിന് ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്. ആയുധവുമായിട്ട് കൊലയാളി മാതാവിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അത്രമാത്രം പറഞ്ഞ് ആ സ്വാമിജി അവിടെ നിന്നും പോകുവാണ്. അത് കേൾക്കുന്നതും രാധിക ടെൻഷനാവണേ. വരും, അമ്മയ്ക്കെന്തോ അപകടം ഉണ്ടെന്നല്ലേ ആ സ്വാമിജി പറഞ്ഞത്? എടോ, അയാൾ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് താനതൊക്കെ വിശ്വസിക്കാൻ പോകുവാണോ? ഇല്ല വരുൺ, നമുക്കൊന്ന് അമ്മയുടെ അരികിലേക്ക് പോയാലോ? അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? എൻ്റെ പൊന്നു രാധികയെ, അയാൾ ചുമ്മാ പറഞ്ഞതാ. അയാൾ ഈ പറയുന്ന തമാശയൊക്കെ കേട്ട് താനത് വിശ്വസിക്കുവാണോ? വരും, എന്നാലും എനിക്കെന്തോ ഒരു സമാധാനമില്ല. എന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോവരും. വാ വരും, നമുക്ക് എന്താണെങ്കിലും അമ്മയുടെ അരികിലേക്കൊന്ന് പോകാം. അല്ലെങ്കിൽ എനിക്കെന്ത് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ രാധിക പറഞ്ഞ് വരുണിൻ്റെ ഒപ്പം അവിടെ നിന്നും പുറപ്പെടുവാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ശ്യാമ വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ.
അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ബെഞ്ചമിനാണെങ്കിൽ ഓടിപ്പാഞ്ഞ ജീവനുമായിട്ട് ചന്ദ്രശേഖരൻ്റെയും ഗൗതത്തിൻ്റെയും അരികിലേക്ക് തിരിച്ചെത്തുവാണ്. അങ്ങനെ ബെഞ്ചമിൻ്റെ ആ വരവൊക്കെ കാണുന്നതോടെ എന്തോ ഒരു പന്തികേട് ചന്ദ്രശേഖരന് തോന്നുക. എന്തു പറ്റി? എന്താ ബെഞ്ചമിൻ? സോറി സാർ, നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. എനിക്ക് സാറിന് തന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇന്നത്തോടെ ഗായിക ക്ഷമ എൻ്റെ കൈകൊണ്ട് തീർന്നേനെ. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ആ വരുണിൻ്റെ അധികം അവിടെ എത്തി. അവനും ഞാനുമായിട്ട് വലിയ ഫൈറ്റ് തന്നെയുണ്ടായി. തലനാരയൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ അവൻ എൻ്റെ മുഖം കണ്ടു. ക്ഷമയെ കൊല്ലാൻ വന്നത് ഞാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇനി എന്താണെങ്കിലും പോലീസുകാരുടെ അന്വേഷണം ഊർജ്ജിതമാക്കും. അതേക്കുന്നതും ചന്ദ്രശേഖരൻ പറയണേ. ശരിയാ, വരുൺ കണ്ട സ്ഥിതിക്ക് ബെഞ്ചമിൻ, താൻ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. താൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ താൻ പെടും. ശരിയാ സാർ പറയുന്നത്. ഇപ്പോൾ അവർക്കാണെങ്കിൽ വ്യക്തമായിട്ട് ആരാ ഇതിൻ്റെ പിന്നിലെന്നുള്ള രൂപരേഖ കിട്ടിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കെതിരെ എന്താണെങ്കിലും വൻതോതിൽ തന്നെ അന്വേഷണം ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അവസരത്തിൽ സാറിന് ഒറ്റക്കാക്കി ഇവിടെ നിന്നും പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ മറ്റൊരു മാർഗ്ഗമില്ലാതായിപ്പോയി. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് ആറ്റുവാശ്ശേരിയിലെത്തുന്ന ശരത്തിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ശരത്ത് അങ്ങനെ പ്രിയങ്കയുടെ മുത്തശ്ശിയുടെ ഒപ്പം ആ റൂമിലിരുന്ന് അവർ തുടങ്ങാനിരിക്കുന്ന പുതിയ ബിസിനസ്സിനെ കുറിച്ചും അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ശരത്ത് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ദേവനും യശോദയും ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അവരങ്ങനെ അവിടെ വന്ന ശരത്തിനെ ചോദ്യം ചെയ്യുക. ഈ സമയം സുകുമാരി കയറി ഇടപെടുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടാവും വന്നത്. അമ്മേ, ദയവായിട്ട് സംസാരിക്കുമല്ലേ? അതിന് ഇവ സംസാരിച്ചു തീരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ ധിക്കാരത്തോടു കൂടി തന്നെയുണ്ട് മുത്തശ്ശി സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്